Guten Tag, I am Genga. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രോണോമൻ ആണ്. ഇൻഡെഫിനിറ്റ് പ്രോണോമൻ എന്ന് പറയുന്നത് നമുക്കൊരു സെൻറ്റൻസിൽ ഒരു സബ്ജക്റ്റോ വെർബോ ഇത് സ്പെസിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്യാത്തപ്പോഴാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോണോമൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോണോമൻ എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ ആയിരിക്കാം. പക്ഷേ ഇത് ആരാ എന്താ അല്ലെങ്കിൽ വാട്ട് ഹൂ എന്ന് ചോദിക്കുക, ഇത് സ്പെസിഫൈ ചെയ്യുന്നില്ല, ആരാ എന്താണെന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ഇൻഡെഫിനിറ്റ് പ്രോണോമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇത്രയും ടൈപ്സ് ഉണ്ട്. യേമൻ എന്ന് പറയുമ്പോൾ സംവൺ, നീമൻ എന്ന് പറയുമ്പോൾ നോവൺ അല്ലെങ്കിൽ നോബഡി, എഡ്വാസ് എന്ന് പറയുമ്പോൾ സംതിങ്, നിഷ് എന്ന് പറയുമ്പോൾ നത്തിങ്, അല്ലേ ഓൾ അല്ലെങ്കിൽ എവ്രി വൺ, മാൻ എന്ന് പറയുമ്പോൾ വൺ അല്ലെങ്കിൽ പീപ്പിൾ ഇൻ ജനറൽ എന്നാണ് പറയുന്നത്. ഇത് നോമിനാറ്റീവ് കേസിൽ വരുമ്പോൾ ഈ പ്രൊനൗൺസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. അക്യൂസാറ്റീവിലാകുമ്പോൾ ഇത് ഒബ്ജക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ യേമൻ എന്ന് പറഞ്ഞാൽ സംവൺ. ഇത് പറയണത് ഒരു സ്പെസിഫൈ ചെയ്ത ഒരാളെ പറയും, പക്ഷെ ആ ആൾ അൺഐഡൻറ്റിഫൈഡ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യേമൻ ഹാഡ് അണ്ടർ ടൂർ ഗെറ്റ് ക്ലോക്ക്ഡ് എന്ന് പറയുന്നത് സംവൺ നോക്ക്ഡ് ഓൺ ദ ഡോർ എന്ന് പറയുന്നത് ഒരു ആൾ അവിടെ നോക്ക് ചെയ്തു, പക്ഷെ ആരാന്ന് അറിയില്ല. ഒരു അൺഐഡൻറ്റിഫൈഡ് പേഴ്സണെ പറയുമ്പോഴാണ് നമ്മൾ യേമൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഇത് നോമിനാറ്റീവ് കേസാണ്. അപ്പോൾ യേമൻ്റെ അത് സബ്ജക്റ്റ് ആയിട്ട് വരും. അക്യൂസാറ്റീവ് കേസിൽ യേമൻ ഡെൻ എന്ന് പറയും. ഇ എൻ ഡെൻ ആണല്ലോ, അപ്പോൾ ഇ എൻ വരും. അത് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സുഹേ യേമൻ ഡെൻ ദർ നിയർ ഹെൽഫൻ കൻ, ഇതാണ് അക്യൂസാറ്റീവ് കേസിൽ യേമൻ എന്ന് പറയുന്നത്. ഇത് ഒബ്ജക്റ്റ് ആയിട്ട് വരും. അടുത്തെന്ന് പറയുന്നത് നീമൻ. ഇതെന്ന് പറയുന്നത് നോ വൺ അല്ലെങ്കിൽ നോബഡി എന്ന് പറയുന്നത് ഒരു സിംഗിൾ പേഴ്സൺ പോലും ഇതിൽ ഇൻവോൾവ് ചെയ്തില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആബ്സെൻസ് ഓഫ് പേഴ്സൺ എന്ന് പറയും. അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നെയ്മൻ എന്ന് പറയുന്നത്. അപ്പോൾ നെയ്മൻ വാർ സു ഹൗസ്, നോ വൺ വാസ് ഹോം എന്ന് പറയും. ഈ ഹാവ് എ നെയിം ആൻഡ് ഡെൻ ഇത് അക്യൂസാറ്റീവ് ആയതുകൊണ്ട് ഇത് ഒബ്ജക്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് നെയിം ആൻഡ് ഡെൻ എന്ന് വന്ന് ഇ എൻ ആഡ് ചെയ്ത് ഗെസ് ഐ ഡിഡിൻറ്റ് സീ എനി വൺ എന്ന് വരും. അപ്പോൾ യേമൻ എന്ന് പറയുമ്പോൾ സംവൺ, ഇതൊരു അൺഐഡൻറ്റിഫൈഡ് പേഴ്സണെ പറയാനും, നെയ്മൻ എന്ന് പറയുമ്പോൾ നോ വൺ അല്ലെങ്കിൽ നോബഡി ഇതെന്ന് പറയുന്നത് ഒരു ആബ്സെൻസ് ഓഫ് പേഴ്സൺ, ഒരു സെൻറ്റൻസിൽ ഒരു സിംഗിൾ പേഴ്സൺ പോലും ഇൻവോൾവ് ആയില്ലെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയിം ആൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ എറ്റ്വാസ് എന്ന് പറഞ്ഞാൽ സംതിങ്. ഇതെന്ന് പറയുന്നത് ഒരു അൺസ്പെസിഫൈഡ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പേഴ്സണെ പറ്റി പറയാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ലീക്ഡ് ഔട്ട് ദം ഡിഷ്, സംതിങ് ഈസ് ഓൺ ദ ടേബിൾ. ഇതിൽ ഇറ്റ് വാസ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, കാരണം അത് നോമിനാറ്റീവ് കേസാണ്. അപ്പോൾ സംതിങ് ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ അത് സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്താണ് ടേബിളിലുള്ളതെന്ന്. അപ്പോഴാണ് നമ്മൾ ഈ ഇറ്റ് വാസ് ഉപയോഗിക്കേണ്ടത്. അടുത്തത് നമ്മുടെ അക്യൂസാറ്റീവ് കേസിൽ വരുമ്പോൾ ഈ ഹാവ് എ ഇറ്റ് വാസ് സുസാഗൻ. ഇവിടെ ഇറ്റ് വാസ് ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഐ ഹാവ് സംതിങ് ടു സേ. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് അല്ലേ എന്ന് പറയുമ്പോൾ ഓൾ അല്ലെങ്കിൽ എവ്രി വൺ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ തിങ്സ്, ഇതിനൊക്കെ പറയണത് നമ്മൾ അല്ലേ വെച്ചിട്ടാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, അല്ലേ ഇൻ ഹിയർ, എവ്രി വൺ ഈസ് ഹിയർ. ഇതെന്ന് പറയുന്നത് അല്ലേ ഇവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നത്, നോമിനാറ്റീവ് കേസ് ആയതുകൊണ്ട്. അക്യൂസാറ്റീവിലായതുകൊണ്ട് ഇവിടെ അല്ലേ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നത്. ഈ ഹാബ് എ അല്ലേ ബ്യൂഹർ ഗലീസൻ, ഐ ഹാവ് റീഡ് ഓൾ ദ ബുക്സ്. അപ്പോൾ നമ്മൾ അടുത്തെന്ന് പറയുന്നത് മൻ എന്ന് പറയുമ്പോൾ ഒരു വൺ അല്ലെങ്കിൽ പീപ്പിൾ ഇൻ ജനറൽ, അതായത് ഒരു കളക്റ്റീവ് പീപ്പിൾസിനൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൻ യൂസ് ചെയ്യുന്നത്. ഒരു അൺസ്പെസിഫൈഡ് ആയിരിക്കും അത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാൻ മസ്റ്റ് ഗെഡുൾ ഡിഗ് സൈൻ, വൺ മസ്റ്റ് ബി പേഷ്യൻറ്റ്. പിന്നെ ഉള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മാൻ സ്പ്രിക്ട് ഡോയിഷ് ഇൻ ഡോയിഷ്ലാൻഡ്, പീപ്പിൾ സ്പീക്ക് ജർമ്മൻ ഇൻ ജർമ്മനി. ഒരു കളക്റ്റീവ് ആയിട്ടുള്ള കാര്യം പറയാനാണ് നമ്മൾ മൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത ലാസ്റ്റത്തെ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നത്തിങ് എന്നാണ് അർത്ഥം. ഒരു കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആബ്സെൻസ് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിസ്റ്റ് യൂസ് ചെയ്യണത്. അപ്പോൾ നെക്സ്റ്റ് ഇസ് പെർസിയേർഡ് എന്ന് പറയുമ്പോൾ നത്തിങ് ഹാപ്പൻഡ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രോണോമൻ എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റോ വെർബോ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോണോമൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രൊനൗൺസ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആയിരിക്കാം, തിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കാം, എന്തും ആയിരിക്കാം. പക്ഷേ ഇത് ആരാ എന്താണെന്ന് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യില്ല. അപ്പോഴാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോണോമൻ അവിടെ യൂസ് ചെയ്യുന്നത്.